ചിദംബരമായിരുന്നു അന്ന് ധനമന്ത്രിയായിരുന്നു. ധനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പല പരിഷ്കാരങ്ങളും നടപ്പാക്കിയത് ചിദംബരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയം പിടിച്ചു കുലുക്കിയ ഒരു 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 പരിഷ്കാരം തന്നെയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് കുറച്ച് കാണുകയും ചെയ്യരുത്. ഒരുപക്ഷെ അന്ന് UPA സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ സ്വാധീനം ആ ഒരു തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തിയതായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ സാധാരണയായിട്ടുള്ളത് കൃഷി മാത്രമേ ഉള്ളൂ. മറ്റൊരു തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നും തന്നെ നടക്കാറില്ല. കൃഷി മാത്രമാണ് ഗ്രാമങ്ങളിലുള്ള ഒരു പ്രധാന തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ളൊരു മൈഗ്രേഷൻ, നഗരങ്ങളിലേക്കുള്ള ഒരു മൈഗ്രേഷൻ വലിയ തോതിൽ ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ളവർ നഗരത്തിൽ തൊഴിൽ തേടി വരുന്ന ഒരു സാഹചര്യം, കൃഷിയില്ലാത്ത അവസരങ്ങളിലൊക്കെ അതിന് ഒരു തടയിടാനും ഗ്രാമങ്ങളിൽ സ്പെൻഡിങ്ങും അതുപോലെ തന്നെ ഡിമാൻഡും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയൊരു പദ്ധതി തന്നെയായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി തന്നെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് ഗ്രാമങ്ങളിലേക്ക്. അതായത് കൃത്യമായി തൊഴിൽ ലഭിക്കുന്നു, അതിന് കൂലി ലഭിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നഗരങ്ങളിലേക്ക് കുടിയേറിയ പലരും ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായ ആദ്യ ഘട്ടങ്ങളിലുണ്ടായിരുന്നു, ആദ്യ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു. ഗ്രാമങ്ങളിലേക്ക് ആൾക്കാർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച. അവിടെ തൊഴിലുണ്ട്, തൊഴിലിന് നിങ്ങൾക്ക് കൂലി കിട്ടുന്നു, നിശ്ചിതമായി കുറഞ്ഞ കൂലി ഉറപ്പായി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പരിഷ്കാരം. അത് ആ ഒരു സന്തുലിതാവസ്ഥയെ ഒലച്ച ഒരു സാഹചര്യമായിരുന്നു. ഗ്രാമങ്ങളിൽ വലിയ തോതിൽ തന്നെ പണം എത്തുന്ന ഒരു സാഹചര്യം വന്നു. പക്ഷെ പിന്നെ രണ്ടാമത്തെ ഒരു വെല്ലുവിളി അന്ന് സർക്കാരിനെ നേരിട്ടതായിരുന്നു, ഇതിൽ ആരാണ് ഈ പണം വേണ്ടത്, അല്ലെങ്കിൽ ഈ പണം കൈപ്പറ്റേണ്ടത് ആർക്കാണ്, അല്ലെങ്കിൽ ഈ പണം നൽകേണ്ടത് ആർക്ക് എന്നുള്ളൊരു വലിയ ചോദ്യം വന്നു. അവിടെയാണ് ഈ നേരിട്ടുള്ള പണം കൈമാറ്റം എന്നുള്ളതിന് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിത്തറ ഇട്ടുകൊണ്ട് ആധാർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ കാഴ്ചപ്പാട് വരുന്നത് അവിടെയാണ്. അത് ആധാർ വരുന്നു അതിൻ്റെ തൊട്ട് പിന്നാലെ. പക്ഷേ പിന്നീട് മറ്റൊന്ന്, ഈ പണം എത്തിക്കുന്നതിനൊരു സംവിധാനം വേണം. പണം എങ്ങനെ എത്തിക്കാൻ കഴിയും? ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരാളുടെ കയ്യിൽ പണം എത്തിക്കുന്നത് ബാങ്കുകൾ വഴിയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ ബാങ്കുകൾ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. 2004 ആ സമയങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ ഒരു ബാങ്കിങ് സംവിധാനം ഗ്രാമങ്ങളിലേക്ക് പടർന്ന് കയറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ബാങ്കിങ് എങ്ങനെ വലുതാക്കാമെന്നുള്ളത് സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനം ഗ്രാമങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു യോഗം തന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ യോഗത്തിലായിരുന്നു പ്രധാനമായും ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഏത് പദ്ധതിയും തുരങ്കം വെക്കാനും തടയിടാനുമുള്ള വാദങ്ങൾ അവർക്കുണ്ടാവും. അന്ന് അവർ പറഞ്ഞ ഇതാണ്, ചെറിയൊരു തുക മാത്രമാണ് അവർക്ക് കിട്ടുന്നത്, അതിനുവേണ്ടി ഒരു ബാങ്ക് അവിടെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, സ്റ്റാഫ് വേണം, പിന്നെ ടെലിഫോൺ വേണം, ഇൻ്റർനെറ്റ് സർവീസ് വേണം, ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഗ്രാമങ്ങളിൽ ബാങ്കുകൾ തുടങ്ങുക, ഇതൊക്കെ വലിയ തോതിലുള്ള നിക്ഷേപം വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട്, ഇതിപ്പോൾ നമ്മൾ യോഗത്തിൽ പങ്കെടുത്തില്ല, ഇപ്പോൾ പുറത്തു വന്ന അന്ന് വാർത്തകളൊക്കെ വന്ന് വെച്ചിട്ടാണെങ്കിൽ അന്ന് മൻമോഹൻ സിംഗാണ് അത്തരത്തിലൊരു നിർദ്ദേശം വന്ന ഗ്രാമങ്ങളിലൊക്കെ പോസ്റ്റ് ഓഫീസ് ഇല്ലെന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കുള്ള 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, ഒന്ന് റെയിൽവേ, മറ്റൊന്ന് പോസ്റ്റ് ഓഫീസ്. എല്ലാ ഗ്രാമങ്ങളിലും ഒരു പോസ്റ്റ് ഓഫീസ് കാണും, അവിടെ ഒരു ടെലിഫോൺ ഉണ്ടാവും, അവിടെ ഒരു ഇൻ്റർനെറ്റ് സർവീസും ഉണ്ടാവും. അന്ന് പറഞ്ഞതാണ്, ആ ഗ്രൗണ്ട് ഫ്ലോറിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ മുകളിൽ ബാങ്ക് ആക്കിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബാങ്കിങ് സംവിധാനം താഴെ തട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതും മൻമോഹൻ സിംഗാണ്. ഇതാണ് പിന്നീട് 2015 ആയപ്പോഴത്തേക്കും ഈ പോസ്റ്റ് ഓഫീസുകൾക്ക് ബാങ്കിങ് ലൈസൻസ് ലഭ്യമാക്കുന്ന നിയമം വരുന്നത്. അതാണ് പിന്നീട് പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു വീക്ഷണത്തിൽ നിന്നും ഉടലെടുത്ത കാര്യങ്ങളാണ്. അതിനൊരു ഒരു ക്രോണോളജി ഉണ്ട്. അതായത് നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി വഴി ഗ്രാമങ്ങളിൽ പണം എത്തിക്കുന്ന ഒരു സാഹചര്യം വരുന്നു, ഗ്രാമങ്ങളിൽ കൂടുതൽ പണം ചിലവാക്കുന്നു, കൂടുതൽ ഡിമാൻഡ് വരുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ആധാർ എന്നുള്ളൊരു പദ്ധതി വരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പണം എത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം അത് പോസ്റ്റ് ഓഫീസുകൾ വഴിയാക്കുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിൻ്റെ നടത്തിപ്പുകാരനായിരുന്നിരിക്കും ചിദംബരം. ഒരുപക്ഷെ അത് കൃത്യമായി നടപ്പാക്കിയിരുന്ന ഒരു ധനമന്ത്രിയായിരുന്നു ചിദംബരം എന്നുള്ളത്. ചിദംബരം പറഞ്ഞതും വളരെ ശരിയാണ്. 23 ഇത്രയും വർഷങ്ങളോളം അദ്ദേഹം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കൂടുതൽ വായിച്ചറിയേണ്ടതുണ്ട്, കൂടുതൽ ഈ രാജ്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.